നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീൻ യുവ സൂപ്പർ താരം നിക്കോ പാസ് എത്രത്തോളം മികച്ച താരമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്പെയിനിൽ ജനിച്ചയാളാണ്, പക്ഷേ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടാണ് അന്താരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. റയൽ മാഡ്രിഡിൻ്റെ യൂത്ത് ടീമിലൂടെ വളർന്നു വന്ന് അവരുടെ റയൽ മാഡ്രിഡ് ബിയിൽ കളിച്ച് പിന്നെ റയൽ മാഡ്രിഡിൻ്റെ സീനിയർ ടീമിലൊക്കെ കളിച്ച താരം 2024 കോമോയിലേക്ക് ട്രാൻസ്ഫർ ആവുകയായിരുന്നു. എന്നാൽ അവിടെയും മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പക്ഷേ അങ്ങനെ അങ്ങ് കൈവിടാൻ റയൽ മാഡ്രിഡ് തയ്യാറല്ല എന്നതിൻ്റെ ചിത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 3 ബൈബാക്ക് ക്ലോസുകളാണ് അവർ കോമോയിലേക്ക് താരത്തെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഒരു കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ റയൽ മാഡ്രിഡ് ഹാവ് 3 ബൈബാക്ക് ക്ലോസസ് ഫോർ നിക്കോ പാസ്. കൂടാതെ 5% സെൽ ഓൺ ക്ലോസും ഉണ്ട്. അപ്പോൾ ആ രൂപത്തിൽ തങ്ങൾക്ക് അനുകൂലമാക്കിയാണ് അവർ ആ കോൺട്രാക്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 3 ബൈബാക്ക് ക്ലോസുകൾ എന്ന് പറഞ്ഞാൽ 8 മില്യൺ യൂറോ ഈ 2025 സമ്മറിൽ തിരികെ കൊണ്ടുവരികയാണെങ്കിൽ 8 മില്യൺ യൂറോ കൊടുക്കുക. ഇനി 2025 സമ്മറിൽ തിരികെ കൊണ്ടുവരുന്നില്ലെങ്കിൽ അതിന് ശേഷമുള്ള സമ്മറിൽ കൊണ്ടുവരാം. 2026 സമ്മറിലാണെങ്കിൽ 9 മില്യൺ യൂറോ. വേണ്ട, അതും കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ 2027 സമ്മറിൽ അവർക്ക് തിരികെ കൊണ്ടുവരാം 10 മില്യൺ യൂറോ. ചുരുക്കി പറഞ്ഞാൽ ഈ തുകകൾ ഓരോ വർഷം 2025 8 മില്യൺ യൂറോ കൊടുത്താൽ മതി, 2026 9 മില്യൺ യൂറോ, 2027 10 മില്യൺ യൂറോ. ഇത് കൊടുത്ത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും താരത്തെ തിരികെ കൊണ്ടുവരാൻ കഴിയും. അത്തരത്തിലാണ് റയൽ മാഡ്രിഡ് ഈ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ 2025-26 സീസണിലേക്ക് എന്ന് പറഞ്ഞാൽ 2025 സമ്മറിൽ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരണമോ എന്നുള്ള തീരുമാനം ഇപ്പോൾ അടുത്ത മാസങ്ങളിലായിട്ട് അവരെടുക്കും. നിക്കോയുടെ പെർഫോമൻസ് വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റയൽ മാഡ്രിഡ് എന്ന് ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.